നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഏറ്റവും പുതിയ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് PS ചോദിച്ച ഒരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ ജഡ്ജ്മെന്റ് ഓഫ് ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസ്. അപ്പൊ കേസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയും, വേണ്ട പോയിന്റ്സ് മാത്രം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ, സെപ്പറേറ്റ് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതിനകത്ത് എല്ലാ പോയിന്റ്സും നമുക്ക് അങ്ങ് പറയാം. അപ്പൊ എന്തൊക്കെ ആൻസർ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓൺ February 2024 സുപ്രീം കോർട്ട് സ്ട്രക്ക് ഡൗൺ ഇലക്ട്രൽ ബോണ്ട് സ്കീം ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ് എന്നുള്ള രീതിയിലേക്ക് നിർത്തിവെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തത്. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടു കാണും. രണ്ട്, ഇലക്ട്രൽ ബോണ്ട് സ്കീം വയലേറ്റ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 19(1)(a) ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രൽ ബോണ്ട് സ്കീം ആർട്ടിക്കിൾ 19(1)(a) വെച്ചിട്ട് ഇൻഫർമേഷനുള്ള റൈറ്റും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റിനെയും വയലേറ്റ് ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തത്. കോർട്ട് റൂൾ ദാറ്റ് അമെൻമെന്റ് ടു ദ കമ്പനീസ് ആക്ട് വിച്ച് അലോ ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ ഫണ്ടിങ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. കമ്പനി ആക്ടിനെ, അതായത് കമ്പനി ആക്ടിനെ അമെൻമെന്റ് നടത്തിക്കൊണ്ട് കോർപ്പറേറ്റ്, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടല്ലോ, അവർക്ക് ഒരു കരിമ്പടം പോലെ, അവർക്ക് വേണമെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഫണ്ടിനെ ഒരു കരിമ്പടം പോലെ, അല്ലെങ്കിൽ അവർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത്രയുമാണ് 3 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അറിയണം, അല്ലെ? അപ്പൊ ഇതിന്റെ പിന്നാമ്പുറം നോക്കുന്ന സമയത്ത് ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നൊരു ഒരു ആർട്ടിക്കിൾ ആണ്. ഇതും അത് തന്നെ. അപ്പൊ ആദ്യം എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ഞാനൊന്ന് പറയാം. അതായത് ഇലക്ട്രൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ഇപ്പൊ ഞാനൊരു വ്യക്തി, എനിക്ക് ഒരു പാർട്ടിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഞാന് പ്രകടിപ്പിക്കുന്നത്, എനിക്കിപ്പോ ഒരുപാട് പൈസ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊരു പാർട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാം 10 ലക്ഷം രൂപ ഞാൻ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്നു ഇലക്ഷൻ ഒക്കെ വരുന്ന സമയത്ത്. അപ്പൊ അതിനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ട്. പണ്ടത്തെ സമയത്ത് എന്ന് പറയുന്നത്, ഞാൻ 10 ലക്ഷം കൊടുത്താൽ ഞാൻ 10 ലക്ഷം കൊടുത്തു എന്നുള്ളതിന് ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത് 10 ലക്ഷം രൂപ ഇന്ന പാർട്ടിക്ക് കൊടുത്തു എന്നുള്ളതിന് രേഖയുണ്ടായിരുന്നു. ഇന്നാള് ഇന്ന പാർട്ടിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അതുപോലെ വേറൊരാള് 1 കോടി രൂപ ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊരാൾക്കും ഏതൊരു കോർപ്പറേറ്റ്, ഇനി കമ്പനിക്ക് കൊടുക്കാം, അതിലൊരു പ്രത്യേക ചട്ടക്കൂട് പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കുറെ ചട്ടക്കൂടുകൾ പറയുന്നുണ്ട് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ചുകൂടെ സുതാര്യത വരാൻ വേണ്ടിയിട്ട്, അതായത് 2017 കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ആണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത് 2017. ഓക്കെ, അപ്പൊ 2017 18 യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി യൂണിയൻ ബഡ്ജറ്റിനകത്ത് പറഞ്ഞതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? The country has not been able to evolve a transparent method of funding political parties which is vital to the system of free and fair election. അതായത് നമ്മുടെ ഈ ഒരു ഫണ്ടിങ്, പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ഫണ്ടിങ്ങിനകത്ത് അത് സുതാര്യത കുറവാണ്, അല്ലെ? ഫെയർ ഇലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് ആ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഈ എത്ര ആള് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളത് സുതാര്യത ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് കൊണ്ടുവരുന്നത്, ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലെൻസ്, ഈ ഒരു സിസ്റ്റം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത് എന്നുള്ള പേരിലാണ് 2017 അരുൺ ജെയ്റ്റ്ലി ഇത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രോമിസറി നോട്ട് പോലെ ഇരിക്കും. നമ്മൾ പറയത്തില്ലേ, പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പേപ്പറാണ്, അല്ലെ? ആ പേപ്പറിനകത്ത് നമ്മളിപ്പോ 10 ലക്ഷം രൂപ ഞാൻ കൊടുത്തെങ്കിൽ ആ 10 ലക്ഷം രൂപ കൊടുത്തു, ഇന്ന പാർട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെക്കും, അല്ലെ? അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പേപ്പറാണ്. ഈ പേപ്പറിനകത്ത് കൊടുത്ത തുക കാണും, പർച്ചേസ് ചെയ്ത തീയതി കാണും, അതുപോലെ എന്തൊക്കെയാ കാണുന്നത്? പേരില്ല എന്ന് ഓർത്തോണം. ഇതൊരു പേപ്പറാണ്. ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പേപ്പർ ആയിരിക്കും. ഇതിനകത്ത് ഞാൻ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു തുകയും കാണും. ഞാൻ ഏത് ഡേറ്റിനാണ് ഇത് പർച്ചേസ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ, പേരുണ്ടാവത്തില്ല. ഓക്കെ, അപ്പം ഇതൊരു പ്രോമിസറി നോട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഡീറ്റെയിൽസ് ഓഫ് ദി പേരും പേയും ഉണ്ടായിരിക്കും. അതുപോലെ ആർക്കാണ്, ഏത് പാർട്ടിക്കാണെന്നോ അല്ലെങ്കിൽ
എന്താണ് നോ ഇൻഫർമേഷൻ ഓൺ ദ പാർട്ടീസ് ഇൻ ദ ട്രാൻസാക്ഷൻ അറ്റ് ഓൾ. അതുപോലെ പേരില്ല, അത് ഓർത്ത് വെച്ചോണേ. അത് ഒരു അനോണിമിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് ആരാണ് കൊടുത്തതെന്നോ ആർക്ക് കൊടുത്തു എന്നുണ്ടോ ഡീറ്റെയിൽസ് ഒന്നും ആ ഒരു പേപ്പറിനകത്ത് ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം 2017 അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയും അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം വരുന്നത്. ഇത് സുതാര്യത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെങ്കിൽ പോലും പിന്നീട് അത് തിരിച്ചടിയായി. ആ ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിലേക്ക് വന്ന കാര്യം നമുക്ക് പറയാം. ഒരു കാര്യം ഓർത്തു വെച്ചേക്കാം. ഇപ്പം ഒരു കാലഘട്ടം വരെ, അതായത് ഇതിനു മുൻപ് വരെ നമുക്ക് 20,000 രൂപ വരെ ആണെങ്കിൽ അത് ഡൊണേഷൻ കൊടുത്ത ആളുടെ ഡീറ്റെയിൽസോ അങ്ങനെ ഒന്നിനെ പറ്റിയിട്ടോ ഒന്നും ആരും ചോദിക്കത്തില്ലായിരുന്നു. ഇപ്പൊ 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ ഡൊണേഷൻ കൊടുത്ത വ്യക്തിയെ പറ്റിയിട്ട് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് എങ്ങനെ കൊടുത്തു, ആര് കൊടുത്തു എന്നുള്ളതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യണമായിരുന്നു 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ. ഇപ്പൊ 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പൊ പലരും 20,000 രൂപയെ ആ 20,000 എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു 18,000 രൂപ അങ്ങനെ പല വട്ടമായിട്ട് 18,000 രൂപ കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ആളാണെങ്കിൽ 18,000 രൂപ പല പാർട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇലക്ഷൻ കമ്മീഷനെയോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലോ കൊണ്ടുവന്ന് ഇവര് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ അറിയിച്ചിട്ട് എന്താണ് അതിനൊരു കണക്ക് വന്നേനെ. അപ്പൊ ഇവിടെ ഇത് പല രീതിയിലും കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിക്ടിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട്. വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ പാർട്ടിക്കും ഓരോ ആൾക്കാരും ഇത്ര പൈസ കൊടുത്തു, ഇത്ര പൈസ കൊടുത്തത് ആരൊക്കെയാണെന്നുള്ളതിന്റെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ പാർട്ടിക്കും അത് കാണാനായിട്ട്. ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1 കോടി രൂപ കൊടുത്തു, മറ്റേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ മറ്റേ പാർട്ടിക്ക് ഞാൻ 1 കോടി രൂപ കൊടുത്തു, ഇപ്പൊ ജയിച്ച പാർട്ടിക്ക് ഞാൻ ആർക്കും ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജയിച്ച പാർട്ടിക്ക് ഇവര് ജയിച്ചു കഴിയുമ്പോൾ ആരൊക്കെയാണ് മറ്റേ പാർട്ടിക്ക് കൊടുത്തതെന്നുള്ള ഡേറ്റ കിട്ടും. അപ്പൊ അവർക്ക് നമ്മളോടൊരു ശത്രുത ഉണ്ടാവും. ഈ നമ്മളെന്ന് പറയുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയതുകൊണ്ടായിരിക്കുമല്ലോ, ഈ നല്ല ആയതുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മളോട് അവർക്കൊരു ശത്രുത ഉണ്ടാവും, അല്ലെങ്കിൽ ആ കമ്പനിയോട് ഇവർക്കൊരു ശത്രുത ഉണ്ടാവും. ആ രീതിയിലായിരിക്കും ഇവർ പിന്നീട് മുന്നോട്ട് പെരുമാറുന്നത്. അത് ഒരു നെഗറ്റീവ് ആയിരുന്നു എന്നാണ് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ. ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്ന സമയത്ത് അവിടെ പേഴ്സന്റെ പേരില്ല, ആർക്ക് കൊടുത്തു അങ്ങനെയുള്ള ഡേറ്റാസ് ഒന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് നമുക്ക് നോക്കാം. ലീഗൽ ഫ്രെയിംവർക്ക് ആണ് നമ്മൾ പറയുന്നത്. ഏകദേശം 2016 മെയ് 14, അതായത് 2017-18 ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ ഒരു ഫിനാൻസ് ആക്ട് നിലവിൽ വരുന്നു, അതിനെ അമെൻഡ് ചെയ്തത് നിലവിൽ വരുന്നു. ഏകദേശം അതുപോലെ തന്നെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 അവർ അമെൻഡ് ചെയ്തു. ഏതൊക്കെ അമെൻമെന്റ് ആണ് വരുത്തിയത്? സെക്ഷൻ 2(1)(j)(5) 6 അവർ അമെൻഡ് ചെയ്തു. അതായത് നേരത്തെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫോറിൻ സോഴ്സിൽ നിന്നും പൈസ കൊടുക്കാനായിട്ട് ഡൊണേഷൻ അനുവദിക്കത്തില്ലായിരുന്നു. എങ്ങനെയാണ് പറഞ്ഞത്? നേരത്തെ ഫോറിൻ കമ്പനീസിൽ നിന്നോ അങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ. എന്നാൽ ഇപ്പൊ ഈ ഒരു ലേറ്റസ്റ്റ് ആ ഒരു ഇത് വന്നതോടുകൂടി, അതായത് അമെൻമെന്റ് വന്നതോട് കൂടിയിട്ട് എന്ത് സമ്മതിച്ചു? ഏത് കമ്പനിയാണോ ഫോറിൻ കമ്പനീസ് നമ്മുടെ ഇവിടെ കുറെ ഷെയർ അവരുടെ പേരിൽ ഉണ്ടെന്ന് വെച്ചു, ഇന്ത്യൻ കമ്പനിയിൽ അവരുടെ കുറെ ഷെയർ ഉണ്ടെങ്കിൽ ആ ഇന്ത്യൻ കമ്പനിക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ സഹായിക്കാം. എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ ഒരു ഷെയർ നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു ബ്രൂ, ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. ബ്രൂ എന്ന് പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയാണ്. നമ്മുടെ ഇന്ത്യയില് വേറൊരു കമ്പനിയുണ്ട്, അതിനകത്ത് ഈ ഒരു ബ്രൂവിന്റെ ഷെയർ ഇന്ത്യൻ കമ്പനിയിൽ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഇന്ത്യൻ കമ്പനി. അപ്പൊ ഈ ഇന്ത്യൻ കമ്പനിക്ക് പൊളിറ്റിക്കൽ പാർട്ടിയെ ഡയറക്റ്റ് സഹായിക്കാം. കാരണം എന്താണ്? അവർ ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷെ ഇവരുടെ മേജർ ഷെയറും ഈ ഫോറിൻ കമ്പനി ആയിട്ടുള്ള ബ്രൂവിന്റെയാണ്. ഓക്കെ, അപ്പം ഈ കമ്പനിക്ക് സഹായിക്കാം എന്ന് പറയുമ്പോൾ മേജർ ഷെയർ ആരുടെയാ? ഈ ഫോറിൻ കമ്പനിയുടെയാണ്. ഈ ജയിക്കുന്ന പാർട്ടിക്കാര് അപ്പൊ ആരോട് കടപ്പെട്ടിരിക്കും? ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഫോറിൻ കമ്പനിയോട് കടപ്പെട്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ട് വരുന്നതിന് മുൻപായിട്ട് ഒരുപാട് മാറ്റങ്ങൾ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതിനകത്ത് കുറച്ച് അമെൻമെന്റ് അവർ വരുത്തി.
അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിനകത്ത് കുറച്ച് മാറ്റം, കമ്പനി ആക്ടിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനി ആക്ടിനകത്തുള്ള മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ ഡൊണേഷൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ആ ഒരു പ്രോഫിറ്റിന്റെ 7% മാത്രമേ കൊടുക്കാവുള്ളൂ എന്നായിരുന്നു നേരത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ച് അമെന്റ്മെന്റ് നടത്തി 100% പ്രോഫിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഓർത്ത് വെച്ചേക്കേണ്ട മറ്റൊരു കാര്യം, അപ്പൊ ഫോറിൻ റെഗുലേഷൻ ആക്ട് 2010 ഭേദഗതി വരുത്തി. അതുപോലെ ഈ ഒരു കമ്പനി ആക്ട് 2013 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻകം ടാക്സ് ആക്ട് 1961 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഭേദഗതി വരുത്തി. ഫിനാൻസ് ആക്ട് 2017 കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ചെയ്തത് എന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഒരു കാര്യം പറയാം, ഈ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട് ഒരു പ്രോമിസറി നോട്ട് പോലെയുള്ള ഒരു പേപ്പർ ആണ്. അതിനകത്ത് പേയ്മെന്റ് ആ ഒരു എത്ര രൂപയാണ് എന്നുള്ളത് പർച്ചേസ് ചെയ്ത് തീയതിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഷ്യൂ ചെയ്ത് ഏകദേശം 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഓതറൈസ്ഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ക്രെഡിറ്റ് ആവും. ഈ 15 ദിവസത്തിനുള്ളിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടി ഇത് കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും. പിന്നെ ഓർത്തു വെക്കേണ്ടത്, ഇത് എല്ലാ പാർട്ടിക്കും നമുക്ക് ഡൊണേഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഒരു രജിസ്ട്രേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്ന പാർട്ടി ഒരു രജിസ്ട്രേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുൻപേ നടന്ന ലോക്സഭ ഓർ നിയമസഭാ ഇലക്ഷന്റെ മൊത്തം പോള് ചെയ്ത വോട്ടിന്റെ ഏകദേശം 1% എങ്കിലും ഈ പാർട്ടി നേടിയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് നമുക്ക് ഡൊണേഷൻ കൊടുക്കാനായിട്ട്, ഇലക്ട്രൽ ബോണ്ട് വഴി ഡൊണേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും നോക്കി വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീമില് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുന്നത് ഏത് ബാങ്ക് വഴി, അത് 2018 ഇലക്ട്രൽ ബോണ്ട് സ്കീം 2018 ഒരു നോട്ടിഫിക്കേഷനോട് കൂടിയിട്ട് വന്ന കുറച്ച് മാറ്റങ്ങളാണ്. എന്തൊക്കെ ഡിനോമിനേഷനിലാണ് നമുക്ക് ഇലക്ട്രൽ ബോണ്ട് വിൽക്കുന്നത്, അതായത് ഞാനൊരു ഒരു തുക കൊടുക്കുന്നെങ്കിൽ ഏതൊക്കെ ഡിനോമിനേഷനിൽ നമുക്ക് തുക കൊടുക്കാം, ഏതൊക്കെയാണ് 1000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി, ആ രീതിയിലായിരിക്കും ഡിനോമിനേഷൻ പോകുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഡേറ്റ ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടു കാണും, ഏകദേശം എല്ലാം തന്നെ 1 കോടിക്ക് മുകളിലോട്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ള ഫണ്ടിങ് മൊത്തം വന്നിരിക്കുന്നത്. 1000, 10000, 1 ലക്ഷം ഒന്നും അല്ല. അപ്പൊ ഏതൊക്കെ ഡിനോമിനേഷൻ ആണ്? 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി. ഇത് SBI ബാങ്കിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓതറൈസ്ഡ് SBI ബാങ്കിന്റെ ബ്രാഞ്ചിൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ SBI ബാങ്കിലും കിട്ടില്ല. തിരുവനന്തപുരത്തെ ഏതോ ഒരു സ്പെസിഫിക് ബ്രാഞ്ചിന് മാത്രമാണ് കൊടുക്കുന്നത്. ഏകദേശം ഓർത്തു വെച്ചേക്കാം, they are to be sold for 10 days in January, April, July and October each year. ഇവരെ സോൾഡ് ചെയ്യുന്നത് 10 ദിവസമാണ്. ജനുവരിയില്, ഏപ്രില്, ജൂലൈയില്, ഒക്ടോബറിലാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അതിനൊരു റൂൾ ഉണ്ട്. അവർ KYC ഫോം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവരുടെ ഡേറ്റാസ്, നോ യുവർ കസ്റ്റമർ ഫോം ഉണ്ടല്ലോ, അത് ഈ ഒരു ബാങ്കിൽ കൊടുത്തിട്ട് മാത്രമേ ഈ ഒരു നമുക്ക് ഇലക്ട്രൽ ബോണ്ട് അവര് പർച്ചേസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മുടെ ചോദ്യം എന്താ? ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിനെ പറ്റിയിട്ടാണ്. ഇനി കേസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ശരിക്കും സുതാര്യത വരുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത് അല്ലെ. അപ്പൊ തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അനോണിമിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഏത് പാർട്ടിക്ക് ആര് എത്ര രൂപ കൊടുത്തു എന്നുള്ളതിന് യാതൊരുവിധ തെളിവും ഇല്ല. ഇത് അറിയാനുള്ള ഒരു മാർഗവും സാധാരണക്കാർക്കോ ബാക്കി ആർക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ, അതായത് 19(1)(a) എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ട്. അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു കമ്പനി ആക്ടിനെ, അപ്പൊ കമ്പനി ആക്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ 7% കൂടുതൽ 3 വർഷത്തെ അവരുടെ പ്രോഫിറ്റിന്റെ 7% കൂടുതൽ ഒന്നും ഈ ഒരു പ്രോഫിറ്റിൽ നിന്നും ഇവർക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഇത്
അമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 100% പ്രോഫിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ കള്ളപ്പണം വെളുപ്പിക്കുക. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സോഴ്സ് ആണ്. ഇതിന് കൈയും കണക്കും ഒന്നുമില്ല. എത്ര രൂപ ഇവർക്ക് കൊടുത്തു എന്നുള്ളതിന് കണക്കില്ല, അല്ലെ? അതിന് കണക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇവര് കണക്ക് പറയുകയും വേണ്ട, ഞങ്ങൾ ഇത്ര രൂപ ഇവിടെ കൊടുത്തു, അല്ലെങ്കിൽ ടാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കൊരു ഡൗട്ട്, അല്ലെ? ഫെബ്രുവരി 2024 ഇലക്ട്രൽ ബോണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി നിർത്തിവെച്ചു. അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ടോ? സുപ്രീം കോടതി ഡിക്ലെയർ ഇലക്ട്രൽ ബോണ്ട് സ്കീം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 5 പേരടങ്ങിയ ഒരു ബെഞ്ചാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്. DY ചന്ദ്രചൂഡ് ആണ്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹെഡ് ആയിട്ടിരുന്നത്. ബാക്കി ആരൊക്കെയാ ഉള്ളത്? സഞ്ജീവ് ഖന്നാജെ, BR ഗവായിജെ, JB പർദിവാലാജെ, മനോജ് മിശ്രാജെ. ഇവർ ഇത്രയും പേരാണ് ഈ ഒരു കേസ് കേട്ടതും തീരുമാനങ്ങൾ എടുത്തതും. 5 അംഗ ബെഞ്ചാണ്. ഇത് പെറ്റീഷന് പോയിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോം കോമൺ കോസിന്റെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമാണ് കേസിന് പോയിരിക്കുന്നത്. കേസ് നമ്പറും കൂടെ ഓർത്ത് വെച്ചേക്കാം. റിട്ട് പെറ്റീഷൻ സിവിൽ നമ്പർ 880/2017. ഇതാണ് കേസ് നമ്പർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. 5 അംഗ ബെഞ്ചാണ് തീരുമാനിച്ചത്. ശരിക്കും ഇവര് തീരുമാനിച്ചു കേട്ടോ. എന്ത് തീരുമാനിച്ചു? ഇത് തെറ്റായ ഒരു നടപടിയാണ് എന്നത് അവർ തീരുമാനിച്ചു. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിനകത്ത് തെറ്റ്. ഇത് ഹിന്ദുവിന്റെ ഒരു ആർട്ടിക്കിൾ ആണ്. നോക്കാം. ഒന്നാമത്തെ വേർഡിക്റ്റ് നോക്കുക. സുപ്രീം കോടതി ഏകദേശം ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കുക. 2024 ഫെബ്രുവരി 15 5 ജഡ്ജ് സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് struck down electoral bond scheme as unconstitutional. ഇത് തന്നെയാണ് ഹെഡിങ്. നമ്മുടെ ചോദ്യത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഓൺ ഫെബ്രുവരി 15 എന്നില്ലെന്നേ ഉള്ളൂ, 15 എന്നില്ലെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ പത്രത്തിലെ ഹെഡിങ് ആണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാ വേർഡിക്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താ? Supreme Court says the electoral bond scheme violates the right to information and freedom of speech and expression under Article 19(1) of the Constitution. 19(1)(a) പ്രകാരം നമ്മുടെ സാധാരണക്കാരുടെ അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനെയും വയലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഏത് പാർട്ടിക്ക് ആര് എന്ത് കൊടുത്തു, എത്ര രൂപ കൊടുത്തു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. അത് വയലേഷൻ ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് രണ്ടാമത്തത് നോക്കാം. The court rules that the amendment to the Companies Act which allow blanket corporate political funding is unconstitutional. ഇത് തന്നെയാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്നത്, ആണല്ലോ. അതായത് ഒരു കരിമ്പടം പോലെ അവര് കോർപ്പറേറ്റുകള് അവരുടെ പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനെ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് അമെന്റ് ചെയ്ത് കമ്പനീസ് ആക്ടിനെ അമെന്റ് ചെയ്ത് മാറ്റി. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ സുപ്രീം കോടതിയുടെ അടുത്ത തീരുമാനം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഇഷ്യൂ ഇലക്ട്രൽ ബോണ്ട്. നമ്മൾ പറഞ്ഞു SBIക്കാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഇതങ്ങോട്ട് നിർത്തിവെക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ which is the only authorized bank to issue electoral bond, they have been asked to immediately stop issuing it. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെക്കാനായിട്ട് പറഞ്ഞു, ഇനി ഇഷ്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ is asked to publish the detail of electoral bond on its official website by March 13, 2024. 2024 മാർച്ച് 13 ആകുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷന്റെ ഇന്ത്യയുടെ ആ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ എന്ന രീതിയിൽ SBI has been directed to issue details of political parties that have received the bond and all other particulars that have been received the Election Commission of India by March 6. SBI shall furnish bond purchase detail with the date of purchase, name of the purchaser, denomination. SBI എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്യണം. ഏകദേശം 2024 മാർച്ച് 6 ആകുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ എന്ത് പറയണം, അല്ലെ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഉണ്ടെന്ന് ഡീറ്റെയിൽസ് കൊടുക്കണം. ആര് ഏത് ഡേറ്റിന് എത്ര ഡിനോമിനേഷൻ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കണം. അതും പറഞ്ഞിട്ടുണ്ട്. റീഫണ്ട് ഇലക്ട്രൽ ബോണ്ട് വിച്ച് ആർ നോട്ട് എൻകാഷ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി ഷാൾ ബി റിട്ടേൺ ആൻഡ് റീഫണ്ടഡ് ടു ദ പർച്ചേസർ. ആരാണോ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൈ പറ്റാത്തത് അത് എത്രയും പെട്ടെന്ന് പർച്ചേസേഴ്സിന് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ദ ബാങ്ക് ഹാസ് ടു റീഫണ്ട് ദ പർച്ചേസിംഗ് പാർട്ടി ആഫ്റ്റർ ദ അൺകാഷ്ഡ് ബോണ്ട്സ് ആർ റിട്ടേൺ. അല്ലെ, റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയുമാണ് സുപ്രീം കോടതിയുടെ തീരുമാനം എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് പറഞ്ഞു കേട്ടോ. ഞാൻ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോയിട്ടില്ല. എന്താണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് അല്ലെ, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ടോപ്പിക് അല്ല നമ്മൾ എടുത്തത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.